ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസം, അതായത് 2024 ഡിസംബർ മാസം 6-ാം തീയതിയിലെ ഇടുക്കി എഡിഷൻ മലയാള മനോരമ ദിനപത്രത്തിൽ വായിച്ച 2 വാർത്തകളാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഒന്നാമത്തെ വാർത്ത ഇതാണ്. ഒരുവിധം എല്ലാവരും വായിച്ച വാർത്തയാണത്. നമ്മുടെ വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട പൂമാല ട്രൈബൽ സ്കൂളിലെ കുറച്ച് കുട്ടികൾ ചേർന്ന് വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു കത്തെഴുതി. ഞങ്ങളുടെ ഭക്ഷണം മുടക്കല്ലേ സാറേ എന്ന പേരിൽ. അതിനൊരു കാരണം ഇതാണ്. ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന അമൃതം പദ്ധതി പ്രകാരം കുട്ടികൾക്ക് രാവിലെ പ്രഭാത ഭക്ഷണം സ്കൂളുകളിൽ കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ നിർത്തലായി പോയതാണ്. അതിനുശേഷം അവരുടെ നിസ്സഹായരും സാധാരണക്കാരുമായ മാതാപിതാക്കൾ ചേർന്ന് ഈ കുട്ടികൾക്ക് ഈ പ്രഭാത ഭക്ഷണം മുടങ്ങാതിരിക്കുവാൻ വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് കാശെടുത്ത് ഈ കഴിഞ്ഞ 9 മാസങ്ങളോളമായിട്ട്, ഏകദേശം 9 മാസത്തോളമായിട്ട് 3 ലക്ഷം രൂപയോളം പിരിച്ച് അവർ കുഞ്ഞുങ്ങൾക്ക് പ്രഭാത ഭക്ഷണം കൊടുത്തു. പക്ഷേ ഇനി അവർക്ക് അത് സാധിക്കുകയില്ല. നമുക്കറിയാം, അവർ വളരെ സാധാരണക്കാരായ മാതാപിതാക്കളാണ്. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അതിനൊരു മറുപടി എഴുതിയിട്ടുണ്ട്. അതും പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഈ അമൃതം പദ്ധതി പ്രകാരം 7,68,000 രൂപയോളം നമ്മുടെ ഗവൺമെൻറ് വകയിരുത്തിയതാണ്. അതിനകത്ത് പഞ്ചായത്തിന് ലഭിച്ചത് ആകെ 35,000 രൂപ. ബാക്കി മുഴുവൻ ഫണ്ടും മരവിപ്പിച്ചിരിക്കുകയാണെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ മറുപടി. നമ്മുടെ കേരളം മുഴുവൻ മരവിച്ചു പോയ ഒരവസ്ഥയിലാണ്. രണ്ടാമത്തെ വാർത്ത മറ്റൊന്നുമല്ല. നമ്മളുടെ തിരുവനന്തപുരം മൃഗശാലയിലെ കേവലം 7-8 വയസ്സുള്ള ഗ്രേസി എന്നു പേരുള്ള ഒരു സിംഹത്തിന് ത്വക്കുരോഗമാണത്രേ. ഈ ത്വക്കുരോഗത്തിന് ചികിത്സയ്ക്ക് മരുന്ന് 10,000 രൂപയോളം വില വരുന്ന 4 ഡോസ് മരുന്നുകൾ അമേരിക്കയിൽ നിന്ന് വരുത്തി ചികിത്സ ആരംഭിച്ചു. അവിടുത്തെ വെറ്റിനറി സർജൻ്റെ അഭിപ്രായത്തിൽ ഈ സിംഹം ഈ മരുന്നിനോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നുണ്ടെന്നും വളരെ സുഖം പ്രാപിച്ച് അവൾ വരുന്നു എന്നുമാണ് മറ്റൊരു വാർത്ത. ഈ 2 വാർത്തയും എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു വൈരുദ്ധ്യാത്മകതയുടെ ഒരു പ്രതീകമാണ്. വാർത്ത രണ്ടാമത്തേത് വളരെ നല്ലതാണ്. മൃഗസംരക്ഷണത്തിന് പേര് കേട്ട നാടാണ് നമ്മുടേത്. വളരെ നല്ല കാര്യം. പക്ഷേ നമ്മളുടെ കുഞ്ഞുങ്ങൾക്കും സമൂഹത്തിനും മനുഷ്യനും എന്തെങ്കിലും ഒക്കെ ഒരു ഉപകാരപ്രദമായ പദ്ധതികളുണ്ടോ, അതെല്ലാം മരവിപ്പിച്ച് ഇരിക്കുന്ന ഒരവസ്ഥയാണ്. അതേസമയം മൃഗങ്ങൾക്കും മൃഗസംരക്ഷകർക്കും ആവശ്യമായ കാര്യങ്ങളെല്ലാം വളരെ ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇതുകൊണ്ടാണ് ഈ ഒരു വൈരുദ്ധ്യാത്മകതയുടെ വശത്തെക്കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മളുടെ സ്വന്തം ദീപിക പത്രത്തിൽ ഒരു എഡിറ്റോറിയൽ വന്നിരുന്നു. കേരളത്തിൽ വനപാലകരുണ്ട്, മനുഷ്യപാലകരില്ല എന്നുള്ള ഹെഡിങ്ങോടുകൂടി. എനിക്കിപ്പോൾ അത് ഉറപ്പായി. നമുക്ക് സാധാരണ ഈ കാലഘട്ടത്തിലെ മനുഷ്യരെയും ഈ കാലഘട്ടത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെയും ഈ കാലഘട്ടത്തിലെ ഒരു സാമൂഹിക അന്തരീക്ഷവും ഒക്കെ, നമ്മുടെ കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷവും ഒക്കെ ശ്രദ്ധിക്കുന്ന ആർക്കും മനസ്സിലാകും, ഇന്ന് കേരളത്തിൽ വനപാലകരുണ്ട്, മൃഗപാലകരുണ്ട്, മനുഷ്യപാലകർ കുറവാണെന്ന്. ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരം ശിശു ഭവനിൽ നിന്ന് ഈ കുഞ്ഞിൻ്റെ, ഒരു 2.5 വയസ്സുകാരി കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയത്തിൽ ആ കുഞ്ഞ് രാത്രി കിടക്കയിൽ മൂത്രമൊഴിക്കുന്നു എന്ന പേരിൽ കുഞ്ഞിനെ നുള്ളി പരിക്കേൽപ്പിക്കുകയും അതിൻ്റെ ജനനേന്ദ്രിയത്തിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവം നടന്നത്. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇന്ന് കേരളത്തിൽ മനുഷ്യരാരും സുരക്ഷിതരല്ല. മനുഷ്യത്വം മരവിച്ച, മനുഷ്യത്വത്തിന് ഫലം ചെയ്യുന്ന ഉപകാരപ്രദമായ സകല ഫണ്ടുകളും മരവിപ്പിച്ചു പോയിട്ടുള്ളൊരവസ്ഥയിൽ ഇത് വളരെ ഭയാനകമായ ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ സൃഷ്ടിക്കുന്നത്. റേഷൻ കടയിൽ നിന്ന് പൂഴ്ത്തിവെക്കലും അതുപോലെ തന്നെ കടത്തിക്കൊണ്ടു പോകലും അങ്ങനത്തെ കൂട്ട ഒരുപാട് കാര്യങ്ങൾ നാം കേട്ടുവരുന്നു. എന്നാണ് ഇതിനൊരു അറുതി ഉണ്ടാവുക? നമ്മുടെ കേരളത്തിൽ മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഫണ്ടുകളെ ഒന്ന് ജീവൻ വെപ്പിക്കാൻ ആർക്കാണ് സാധിക്കുക? പ്രിയപ്പെട്ട ജനമേ, ഉണരണം. ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രതികരണശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും കൊലപാതകങ്ങളുടെയും മോഷണത്തിൻ്റെയും കഞ്ചാവിൻ്റെയും ഒരുപാട് കഥകൾ കേട്ടുകൊണ്ട് നാം ഉണരുമ്പോൾ സാമാന്യ ജനം നിശബ്ദരായി നിഷ്ക്രിയരായി പോകുന്ന ഒരവസ്ഥ.
ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം. നമ്മുടെ കുട്ടികൾക്ക് മൃഗസംരക്ഷകരെക്കാൾ അധികമായി നമ്മളുടെ കുട്ടികളും നമ്മളുടെ മനുഷ്യരും സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് ഉറപ്പുവരണം. ഇനി നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെയൊരു എഴുത്ത് ഭരണാധികാരികൾക്ക് എഴുതാൻ ഇടയുണ്ടാകാതിരിക്കട്ടെ.